നമസ്തേ. മൂവാറ്റുപുഴ സുഖജീവൻ നേച്ചർ സെന്റർ നടത്തിവരുന്ന ഷുഗർ റിവേഴ്സ് ക്യാമ്പിനെ കുറിച്ചിട്ട് പല സംശയങ്ങളും വന്നപ്പോൾ അതിനൊരു ആൻസർ ആണ്, സമാധാനം പറയലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തിനാണ് ഈ ഷുഗറിനൊരു ക്യാമ്പ്? അതിന് ആശുപത്രി പോവല്ലേ, മരുന്ന് കഴിക്കല്ലേ വേണ്ടെന്നാണ് പലരുടെയും സംശയം. ശരിയാണ്. പക്ഷെ നമ്മളിങ്ങനെ ആശുപത്രി പോയാൽ ഏത് ആശുപത്രി പോയി മരുന്ന് കഴിച്ചാലും നമ്മുടെ ഷുഗർ കുറയുന്നില്ല, ഷുഗർ മാറുന്നില്ല. പകരം ഷുഗർ ഇങ്ങനെ കൂടി വരിക ചെയ്യണത്. ആദ്യം നമുക്ക് ഷുഗർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന്റെ പെരുപ്പ് തുടങ്ങി, കാലിന്റെ മരപ്പ് തുടങ്ങി, ചിലർക്ക് സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോവും, ചെരുപ്പൊന്നും ഊരിപ്പോയില്ലാത്ത അവസ്ഥയിൽ പോവും, ചിലർക്ക് റെറ്റിനോപ്പതി വരുന്നു, കണ്ണിന് കാഴ്ചക്കുറവ് വരുന്നു, ചിലർക്ക് നെഫ്രോപ്പതി വരുന്നു, കിഡ്നി പ്രശ്നം വരുന്നു, മൂത്രത്തിൽ പത വരുന്നു, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ്, ഉറക്കക്കുറവ്, ഓർമ്മ, ഇങ്ങനെ പലതരത്തിലുള്ള രോഗങ്ങൾ പതുക്കെ വരും. പതുക്കെ ഉടനെ ഒന്നും വരാൻ പോകുന്നില്ല. അത് ഷുഗറും ഷുഗർ റിലേറ്റഡ് ഡിസീസുകളാണ്, ഷുഗറിന്റെ അനുബന്ധ രോഗങ്ങൾ എന്ന് പറയും. ഷുഗറിനെ തുടർന്ന് ഇങ്ങനെ പല രോഗങ്ങളും വരുന്നു. അപ്പൊ നമ്മൾ കൃത്യമായി ആശുപത്രി പോകുന്നു, ഡോക്ടറെ കാണുന്നു, മരുന്ന്, ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാലും ഉണ്ടാകുന്ന രോഗങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ രോഗങ്ങൾ വന്ന അവസാനം നമുക്ക് ജീവൻ തന്നെ ഒരു ഭാരമാണ്, അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇങ്ങനെ വരാതിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഈ അന്വേഷണമാണ് എന്നെ ഈ ഷുഗർ റിവേഴ്സ് ക്യാമ്പിൽ എത്തിച്ചത്. വഴിയുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഷുഗർ എന്ന് പറയുന്നത് ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ശരീരത്തിന് യോജിക്കാത്ത ജീവിതചര്യന്നുണ്ടാകുന്ന രോഗമാണ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് ആന്റിബയോട്ടിക്സ് കൊണ്ടോ വാക്സിനേഷൻ കൊണ്ടോ ഓയിൻമെന്റ് കഴിച്ചോ ഗുളി കഴിച്ചൊന്നും മാറാൻ പറ്റാത്തത്. കാരണം ഇത് ബാക്ടീരിയ, വൈറസ് ഒന്നും വരുന്ന രോഗമല്ല. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, ജീവിതശൈലി രോഗമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിന്റെ പേര് കേട്ട് നിങ്ങൾക്ക് അറിയാം. ഇങ്ങനെ ലൈഫ് സ്റ്റൈലിൽ നിന്നുണ്ടാകുന്ന രോഗമാണ്, തെറ്റായ ജീവിതത്തിൽ നിന്നുണ്ടാകുന്ന രോഗം. ഇത്തരം രോഗം ഒന്നും വരുന്നില്ല. ഷുഗറിനുള്ള ഒരു രോഗത്തിന് മരുന്നില്ല. ഇതിനെ കൺട്രോൾ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ, ഇതിന് മാറ്റാനുള്ള മരുന്നില്ല. ഇതിന് മാറ്റാനുള്ള മരുന്ന് എന്ന് പറയുന്നത് ശരിയായ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നുള്ളതാണ്. അപ്പോൾ രോഗത്തിന്റെ കാരണമില്ലാതെയാകും, അപ്പോൾ കാര്യമായ രോഗമില്ലാതെയാകും. ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, ഇത് പരിശീലിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ഷുഗർ റിവേഴ്സ് ക്യാമ്പ് നടത്തുന്നത്. അപ്പൊ ഷുഗറിന്റെ കാരണം പ്രധാനമായിട്ടും 4ആണ്. ഒന്ന്, ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റിന്റെ കുറവ്. നമ്മളുടെ ആഹാരത്തിൽ ഏതെങ്കിലും പോഷകം കുറയോ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് രോഗത്തിന് കാരണമായി തീരും. രണ്ടാമത് കുറവാണ്. കുറവ് ഏതാണ്? മറ്റ് ന്യൂട്രിയൻസിന്റെ കുറവ്. നമുക്ക് വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, പ്രോട്ടീൻ തുടങ്ങിയുള്ള മറ്റ് ന്യൂട്രിയൻസ് കുറയുന്നു. അപ്പൊ ന്യൂട്രിയൻസ് ഇംബാലൻസ് വരിക ചെയ്യണത്. മൂന്നാമത്തെ വിഷയം വ്യായാമത്തിന്റെ പ്രശ്നമാണ്. വ്യായാമത്തിന്റെ കുറവ്, ആയാസത്തിന്റെ കുറവെന്ന് പറയും. നാലാമത്തെ വിഷയം നമ്മളുടെ സ്ട്രെസ്സാണ്, നമ്മളുടെ ടെൻഷൻ, അതുപോലെ നമ്മളുടെ ദേഷ്യം, ഉത്കണ്ഠ, ഇത്തരം വിഷയങ്ങളാണ്, മാനസികമായിട്ടുള്ള പ്രശ്നമാണ്. ഈ 4 കാരണമാണ് ഷുഗർ ഉണ്ടാവുന്നത്. ചോറിൻ്റെ മാത്രമല്ല ഷുഗർ ഉണ്ടാവുന്നത്. അപ്പൊ ഇതിനെങ്ങനെയാണ് നമ്മൾ ക്യാമ്പിൽ പരിഹരിക്കുന്നത്? ഒന്ന്, നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലും ലോ കാർബ് ഫുഡും മീഡിയം കാർബ് ഫുഡ് കഴിപ്പിക്കും. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് നിങ്ങളെ കൊണ്ട് കഴിപ്പിക്കും, ഉണ്ടാക്കാൻ പഠിപ്പിക്കും. ഇത്തരം ഫുഡുകളെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകമാണ് 150 പേരുടെ, ധാരാളം വ്യത്യസ്തമായിട്ടുള്ള ഫുഡുകൾ. ഷുഗർ കുറയ്ക്കുകയും കൂട്ടുമില്ല, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസ് കിട്ടുകയും ചെയ്യും, അങ്ങനത്തെ ഫുഡുകൾ. അപ്പൊ അത് നമ്മൾ തന്ന് കഴിപ്പിക്കും, അത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു കൊടുക്കും. രണ്ടാമത് നമ്മൾ ചെയ്യണത് ഈ ന്യൂട്രീഷൻ ഇംബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള മൂലകങ്ങൾ കുറയാതിരിക്കാൻ വേണ്ടി സമീകൃതമായിട്ടുള്ള ഡയറ്റിലേക്ക് കൊണ്ടുവരും. ഒരു സമീകൃത ബാലൻസ് ഡയറ്റിലേക്ക് കൊണ്ടുവരും. അതിനെന്തൊക്കെ ഉപയോഗിക്കണം, ഏത് കഴിക്കണം എന്നുള്ള കാര്യം എല്ലാം വിശദമായിട്ട് ക്യാമ്പിൽ പഠിപ്പിക്കും. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് വ്യായാമമാണ്. വ്യായാമം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ നടക്കലാണ്. സാറേ ഞാൻ 5 കിലോമീറ്റർ നടക്കാറുണ്ട്, 10 കിലോമീറ്റർ നടക്കാറുണ്ടെങ്കിൽ ചിലർ പറയും. നടന്നുകൊണ്ട് കാര്യമില്ല. നടക്കല് മോശമെന്നല്ല ഞാൻ പറഞ്ഞത്. നടക്കൽ കൊണ്ട് ഷുഗർ അനുബന്ധ രോഗങ്ങളോ നമുക്ക് കുറയ്ക്കാനോ ഇല്ലാതാക്കാനോ പറ്റില്ല. ഒരു 3-4 കിലോമീറ്റർ നടക്കണം നല്ലതാണ്. അതിനുശേഷം നമ്മുടെ ശരീരത്തിന് എല്ലാ ഇന്റേണൽ ഓർഗൻസിന്, നമ്മുടെ ജോയിന്റുകൾക്ക്, മസിൽസിന് എല്ലാം വ്യായാമം കിട്ടുന്ന തരത്തിലുള്ള സമഗ്രമായ വ്യായാമം വേണം. ഇതാണ് ഞങ്ങൾ ക്യാമ്പിൽ പഠിപ്പിക്കുന്നത്. ഇരുന്നും നിന്നും കിടന്നും ലഘുവായ വ്യായാമങ്ങൾ നിങ്ങൾക്കൊക്കെ ചെയ്യാവുന്ന തരത്തിൽ, ഒരു 70 വയസ്സ് ആൾക്ക് ചെയ്യാവുന്ന തരത്തിലുള്ള ലഘുവായ വ്യായാമം. പക്ഷെ ശരീരത്തിന് എല്ലാ വ്യായാമം കിട്ടുകയും ചെയ്യും. പിന്നെ കുറച്ച് ബ്രീത്തിങ് എക്സസൈസും പഠിപ്പിക്കും. പ്രാണായാമം എന്ന് പറയും, ശ്വാസ വ്യായാമം. ഇത് കൂടാതെ പിന്നെ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഈ ടെൻഷനൊക്കെ മാറ്റാൻ ആവശ്യമായ ചില ടിപ്സുകളുണ്ട്. ഇങ്ങനെ 4 തരത്തിലാണ്
ഇതിന്റെ രോഗത്തിന്റെ കാരണം 4 4 തരത്തിലാണ് നമ്മൾ രോഗത്തെ കുറയ്ക്കണം. അപ്പൊ ഇതിങ്ങനെ അനവധി ക്യാമ്പുകൾ കഴിഞ്ഞു. 10-40 ക്യാമ്പുകൾ കഴിഞ്ഞു. ധാരാളം പേര് ക്യാമ്പിൽ വന്നു. അവരുടെ ഷുഗർ കുറഞ്ഞ് ഷുഗർ മാറിയും സുഖവും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. പലരും ഗുളിക നിർത്തിയ ആളുകളുണ്ട്. അതുപോലെ കുറച്ച് കഴിയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ മറ്റു രോഗങ്ങളും കുറഞ്ഞു വരാൻ തുടങ്ങും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് 100% പേരുടെ ഷുഗർ നമുക്ക് മാറ്റാൻ പറ്റില്ല. നിങ്ങളെ വെറുതെ പറഞ്ഞാൽ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്റെ അനുഭവത്തിൽ ഒരു 70% വരെ നമുക്ക് ഷുഗർ മാറ്റാൻ പറ്റുന്നുണ്ട്. 100 പേര് വരുമ്പോൾ 70 പേരുടെ ഷുഗർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഏതാണ്ട് ഒരു 10-20 പേരെ നമുക്ക് മരുന്നില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ളവരുടെയും നമുക്ക് അസ്വസ്ഥത കുറയ്ക്കാം, പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഈ എന്തിനാണ് ഇങ്ങനെ ഇത് ഷുഗർ ഞാൻ നേരത്തെ പറഞ്ഞ സൈലന്റ് കില്ലറാണ്, ഒരു നിശബ്ദ കൊലയാളിയാണ്. നമ്മൾ വിചാരിക്കും ഒരു ഗുളിക കഴിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഇച്ചിരി ഇൻസുലിൻ എടുത്താൽ മതിയല്ലോ, കുഴപ്പം. അങ്ങനെയല്ല. ഇവരൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്ന ആളുകളാണ്. ഈ ഡയാലിസിസ് സെന്ററിലുള്ള ആളുകളും, ഈ കാല് നഷ്ടപ്പെട്ട ആളുകളും, കണ്ണ് കാഴ്ച കുറഞ്ഞു പോയ ആളുകളും. അതുപോലെ പ്രധാനമായ കാര്യമാണ് ലൈംഗിക കുറഞ്ഞു പോവുക, സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ വരും. പലരുടെയും കുടുംബജീവിതത്തിന്റെ താളം തെറ്റിപ്പോയിട്ടുണ്ട്. ഒരു കുഴപ്പം ഇതിനൊന്നും ഫലപ്രദമായ മരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഷുഗറും ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾക്ക് മരുന്നില്ല. ഇതിന് തുടർന്നുണ്ടാവുന്ന ഈ പറഞ്ഞ കാലിന്റെ വിരിപ്പ്, കണ്ണിന്റെ പ്രശ്നം, ലൈംഗിക ഇതിനും ഫലപ്രദമായ മരുന്നില്ല. കൺട്രോൾ ചെയ്യാനുള്ള മരുന്ന്, അല്ലെങ്കിൽ കുറയ്ക്കാനുള്ള മരുന്നേ ഉള്ളൂ. അതുകൊണ്ട് ചെയ്യേണ്ടത്, എനിക്ക് പലരും പറയും എനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാലിന് കുഴപ്പമില്ല, സെക്സിന് കുഴപ്പമില്ല, ശരിയാണ്. നാളെ ഇത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഇപ്പോഴേ പ്രിവെന്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മുൻകരുതൽ എടുക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഒരു റിവേഴ്സ് സാധ്യമല്ല. നമ്മുടെ കണ്ണിന്റെ സെല്ലുകള്, കിഡ്നിയുടെ സെല്ലുകൾ, ന്യൂറോൺസ് ഒക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റില്ല. ഡോക്ടർമാരുടെ കുറ്റം വന്നിട്ടോ മരുന്നിന്റെ കുറ്റം വന്നിട്ട് കാര്യമില്ല. നമ്മൾ പഠിച്ച് കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ അനുവദിച്ചാൽ നിങ്ങൾക്ക് ഷുഗർ വലിയ രോഗമൊന്നും, പാവ രോഗമാണ്. ഇത്തരം ചില കാര്യങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്ക് സുഖവും സന്തോഷമായിട്ട് ജീവിക്കാൻ, ഒന്നും പേടിക്കണ്ട. ഒത്തിരി പണം ലാഭിക്കാൻ സാധിക്കും. ഇത് ചികിത്സാ ചെലവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആണ് ഇങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ക്യാമ്പിലേക്ക് സ്വാഗതം. അതുപോലെ ഞാൻ എഴുതിയ മറ്റൊരു പുസ്തകമാണത്. നമ്മൾ ഇത്തരം രോഗങ്ങളെ കുറിച്ച് വിശദമായ പുസ്തകമുണ്ട്. ഇത് മറ്റൊരു പുസ്തകമാണ് നമ്മുടെ ജീവിതചര്യയെ കുറിച്ചിട്ട്. അതുപോലെ ഒരു ദിവസം കൊണ്ട് മാത്രം ക്ലാസ് തീരെയല്ല ചെയ്യേണ്ടത്. വീണ്ടും നമുക്ക് കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഏതാണ്ട് 3-4 മാസക്കാലം നമ്മൾ വീണ്ടും വെബിനാറുകൾ ഉണ്ടാവും. നമ്മുടെ ക്ലാസ് മുൻ രാവിലെ 8 തൊട്ട് വൈകിട്ട് 4:30 വരെയാണ്. പിന്നെ നമ്മൾ ഫോണിൽ കൂടിയിട്ടുള്ള വെബിനാറുകൾ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് വീട്ടിൽ പോയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞുള്ള വിവരങ്ങളെല്ലാം പറയാം. അപ്പോൾ വേണ്ട മാറ്റങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ നിങ്ങളോടൊപ്പം നമ്മൾ ഉണ്ടാവും. ഈ ഷുഗർ എന്ന ആ സൈലന്റ് കില്ലറിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങളൊപ്പം നമ്മൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ നേച്ചർ ലൈഫിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്.